മോക്ഷയോടൊപ്പമുള്ള ഹംപി യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ശ്രാവണ ബലഗോളയിലേക്കാണ്. കർണാടകയിലെ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജൈനമതത്തിലെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലവും ചരിത്ര വാസ്തുവിദ്യാ കേന്ദ്രവുമായ ശ്രാവണ ബലഗോളയിലേക്ക് ഞങ്ങൾ അതിരാവിലെ 5 മണിക്ക് തന്നെ പുറപ്പെട്ടു. ഇവിടെയാണ് പ്രസിദ്ധമായ ഗോമടേശ്വര ബാഹുബലി പ്രതിമ നിലകൊള്ളുന്നത്. നാൽപ്പത് ജൈനമത ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്താണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ ശിലാലിഖിതങ്ങൾ ഉള്ളത്. നഗരമധ്യത്തിലുള്ള ധവള നിർമ്മാണ കുളത്തിൽ നിന്നാണ് ശ്രാവണ ബലഗോള എന്ന പേര് വന്നത്. ശരിക്കു പറഞ്ഞാൽ തടാകത്ത് ചുറ്റിയൊരു നഗരം, അതാണ് ശ്രാവണ ബലഗോള. ജൈനമതം ശക്തമായിരുന്ന സമയത്ത് നിർമ്മിച്ച നഗരം, അതുകൊണ്ട് ജൈനമത വിശ്വാസികളുടെ പ്രധാന സ്ഥലങ്ങളിലൊന്നുമാണിത്. അതിരാവിലെയുള്ള കുളിർമയുള്ള കാലാവസ്ഥയിൽ മല കയറുവാനായി ഞങ്ങൾ ആരംഭിച്ചു. മല കയറുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. പാദരക്ഷകൾ സൂക്ഷിക്കുവാനുള്ള സ്ഥലം താഴെ ലഭ്യമാണ്. മുകളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുവാനായി 500ഓളം പടികൾ കയറേണ്ടതായിട്ടുണ്ട്. മുകളിലേക്ക് ചെല്ലുന്തോറും തണുപ്പ് കൂടുതലായി അനുഭവപ്പെട്ടു തുടങ്ങി. ഏകദേശം മധ്യഭാഗത്തായി മറ്റൊരു ഗേറ്റ് കൂടി നമുക്ക് കാണാനാവും. കുറച്ചു നേരം അവിടെയെല്ലാം ചിലവഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം മുകളിലെത്താൻ ഇനി കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം ബാക്കി. പ്രധാന ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വീണ്ടും മറ്റൊരു കവാടം കൂടിയുണ്ട്. മുകളിലേക്ക് ചെല്ലുന്തോറും സ്റ്റെപ്പുകൾക്ക് ഉയരം കൂടുതലാണ്. എന്നാൽ താഴെയുള്ള സ്റ്റെപ്പുകളെല്ലാം വളരെ ആയാസരഹിതമായി കയറാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്.
ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിൽ എത്തി ഞങ്ങൾ. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു. അങ്ങനെ ഏറെ പ്രതീക്ഷകളുമായി കാത്തിരുന്ന് കാണാൻ കൊതിച്ച ഗോമടേശ പ്രതിമയുടെ മുമ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഈ ഗോമടേശ പ്രതിമയ്ക്ക് ഏകദേശം 1000-ഓളം വർഷം പഴക്കവുമുണ്ട്. ലോകത്തിൽ ഒറ്റ ശിലയിൽ തീർത്ത ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കൂടിയാണ് ഗോമടേശ പ്രതിമ. ക്ഷേത്രത്തിന് പുറത്ത് മനോഹരമായ തൂണുകളാൽ അലങ്കൃതമാണ്. പുറമേ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെ. കാലാവസ്ഥയാണെങ്കിലും വളരെ ഹൃദ്യമായൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത്. മനോഹരമായ ഈ മലമുകളിൽ കുറേ നേരം ചിലവഴിച്ചതിന് ശേഷം മലയിറങ്ങി താഴെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അവിടെയുള്ള കരകൗശല വിദഗ്ധരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുകയും പല കലാവസ്തുക്കളൊക്കെ വാങ്ങുകയും ചെയ്ത് അടുത്ത ലക്ഷ്യസ്ഥാനമായ ചിത്രദുർഗ ഫോർട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.